ഹലോ വെൽക്കം ബാക്ക് ടു കെ ന്യൂസ്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു കുട്ടി മോർണിംഗ് റുട്ടീൻ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ എൻ്റെ 2 കുട്ടീസും എണീച്ചിട്ടുണ്ട്. അനബി എണീച്ചിട്ടുണ്ട്, കെനു എണീച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാളതാ രാവിലെ എണീച്ചാൽ കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് കളിക്കും. അപ്പോൾ അതാ അനബിയൻ ഇങ്ങനെ അടുത്ത് ഇരുന്നിട്ട് കെനൂസ് ഇങ്ങനെ കുറച്ച് സമയം കളിപ്പിക്കുക. അതിന് ശേഷം ആൾ എണീച്ച് പോയി ബ്രഷ് ചെയ്തിട്ട് ചാക്ക് കുടിക്കുകയുള്ളൂ. കുറച്ച് സമയം അവളുടെ കൂടെ കളിച്ചു. അതിനുശേഷം ഞാനിതാ ബ്രഷൊക്കെ ചെയ്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതാ കൊലായിലേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ എല്ലാവരും ചായയാണ് എടുത്ത് വരിക, ഞാൻ വെള്ളമാണ് എടുത്ത് വരുന്നത്. ഞാൻ രാവിലെ എണീച്ചാൽ വെള്ളമാണ് കുടിക്കാറ്. അപ്പോൾ അതിനുശേഷം ഇതൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എന്താ ഒന്ന് കൊലായിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇതാ അറ്റത്ത് ഒരു കർമൂസന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതുമെന്ന് കിളി ഒരു പഴുത്ത കർമൂസ തിന്നുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണും കേട്ടോ. അപ്പോൾ അത് തിന്നുന്നത് കുറച്ച് നേരം നോക്കിയിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കെനൂസ് ഇതാ യൂണിഫോമൊക്കെ എടുത്ത് ബെഡിൽ ഇതേപോലെ വിരിച്ച് വെക്കും. കെനൂസ് കുളിക്കാൻ പോകുന്നതിന് മുന്നേ അവൾക്ക് തന്നെ യൂണിഫോം ഇതേപോലെ ഒന്ന് ബെഡിൽ വിരിച്ച് വെക്കണം. ബെഡിലോ സോഫമ്മൽ എവിടെയെങ്കിലും ഇങ്ങനെ വിരിച്ച് വെക്കണം. എന്നിട്ടേ ആൾ കുളിക്കാൻ വരുള്ളൂ കേട്ടോ. അപ്പം അതിനുശേഷം ഇതാളെ ഞാൻ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. മുടിയൊക്കെ തോത്താണ്. അപ്പം മുടി തോത്താന്ന് ആൾക്ക് ഇഷ്ടമല്ല, സമ്മതിക്കൂല. പിടിച്ചു വെച്ചൊക്കെ തോത്തണം. അതിനുശേഷം ഞാൻ ഒറ്റക്ക് മുടി വാർന്നോളാം എന്ന് പറഞ്ഞ് കണ്ണാടിയിൽ നോക്കിയിട്ട് മുടി വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു വിധത്തിൽ സോപ്പിട്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ചീർപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചീർപ്പ് എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ആൾ വെച്ച കണ്ടീഷൻ അവൾ പറയുന്ന മുടുക്കുടുക്ക് എടുത്ത് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതാ അവൾ തന്നെ 2 മുടുക്കുടുക്കൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇതാ മുടിയൊക്കെ വാർന്നു. ആൾ ബോക്സിൽ എന്തൊക്കെയോ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബോക്സിലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതാ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചു കൊടുത്തു. അപ്പോൾ കിറ്റിലേക്ക് വാട്ടർ ബോട്ടിലൊക്കെ അവൾക്ക് തന്നെ വെക്കണം. നമ്മൾ നിറച്ചു കൊടുത്താൽ അവളെ വെക്കും. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതാ ടവലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ടിഫിന് കെട്ടി കൊടുക്കാനുള്ള. അപ്പം ഇന്ന് വെള്ളപ്പമായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളപ്പം കുട്ടി കുട്ടി പീസസ് ആക്കിയിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പം വെച്ചതിന് ആൾക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അതാണ് മുഖത്തുള്ള എക്സ്പ്രഷൻ. അത് ആ പഴം മതി, വെള്ളപ്പം വേണ്ട എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അവൾ അറിയാതെ ഞാൻ കുറച്ച് ഒരു വെള്ളപ്പത്തിൻ്റെ ഒരു പകുതി ചെറുതാക്കി അല്ലാണ്ട് മുറിച്ചിട്ട് കുറച്ച് കറിയും വെച്ച് അതിന് മേലെ പഴവും വെച്ചിട്ട് തുണിയിൽ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. കണ്ടാൽ സമ്മതിക്കൂല, വെള്ളപ്പം വേണ്ട പഴം മാത്രം മതി എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഒക്കെ കെട്ടി വെച്ചു. ഇതാ കിറ്റിലിട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ കാണാതെ കിറ്റിലിട്ട് കൊടുത്താൽ വലിയ പ്രശ്നമല്ല. സ്കൂളിൽ പോയാൽ അപ്പം കണ്ടാൽ കഴിച്ചോളും. നേരത്തെ പറഞ്ഞാൽ കഴിക്കത്തില്ല, വേണ്ട വെക്കണ്ട എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ കാണാതെ ഒക്കെ വെച്ച് കിറ്റ് അവളുടെ കൈ കൊടുത്തപ്പോൾ സന്തോഷമായി. കിറ്റൊക്കെ വാങ്ങി ബാഗൊക്കെ ഇട്ട് ഇതാ കൊലായിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൊലായിൽ കുറച്ച് സമയം വന്നിരിക്കും ഇങ്ങനെ പോകുന്നതിന് മുന്നേ. അപ്പോൾ അനബിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അനബി മോളെ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ഇതാ അവൾ പോയി. അപ്പോൾ അവൾ പോയത് ഞാനും അനബി മോളും കൂടി കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ദീദി പോയോ എന്നൊക്കെ ഇങ്ങനെ അനബി മോളോട് ചോദിക്കുകയാണ്. അപ്പോൾ അനബി മോൾ ഇതാ പുറത്തത്തെ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നല്ല വെള്ളപ്പായിരുന്നു. അപ്പോൾ നേരത്തെ വെള്ളപ്പം ഉണ്ടാക്കി വെക്കൂല, ഈ കഴിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നെയാണ് ഉണ്ടാക്കുകയുള്ളൂ. കാരണം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നല്ലോണം തണിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി അപ്പോൾ കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാ ഞാൻ വെള്ളപ്പവും കുറച്ച് ഗ്രീൻ പീസ് കറി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് കറി ഗ്രീൻ പീസ് കറി. അപ്പോൾ ഗ്രീൻ പീസ് കറിയും വെള്ളപ്പും ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം മസ്റ്റാണ്. അപ്പോൾ തണുത്ത വെള്ളം കൂടി എടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇതാ ക്ലീനിങ് പരിപാടിയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് അടിച്ചു വാരിയിടും, അതെൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ നല്ല ഒന്ന് അടിച്ചൊക്കെ വാരി റൂമൊക്കെ വൃത്തിയാക്കി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഒക്കെ കട്ടുമ്മൽ വലിച്ച് വാരിയിട്ടിട്ടാണ് ഗനൂസ് പോയിരിക്കുന്നത്. കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടിട്ട് ആൾ പോകും. ബാക്കിയൊക്കെ പെറുക്കി വെക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രം സോപ്പൊക്കെ ഇട്ടാൽ മാത്രം ഒന്ന് പെറുക്കി തരും. അല്ലാത്ത ടൈമിൽ ആൾ കളിക്കാൻ എടുക്കുന്ന എല്ലാ സാധനവും പെറുക്കി ഇതേപോലെ അടുക്കി പെറുക്കി ഞാൻ കൊണ്ടുപോയി വെക്കണം. ഉമ്മ കൊണ്ടുപോയി വെക്കുമെന്നാണ് ചോദിക്കുക. ചിലപ്പോൾ കൊണ്ടുവെക്കും, ചിലപ്പോൾ കൊണ്ടുവെക്കില്ല. ഓരോ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രസ്സിങ് റൂമിലുള്ള ടേബിൾ മേലെ അവൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവളെ കളിക്കുന്ന സാധനമൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് എല്ലാ ടൈമൊന്നും കളിക്കില്ല. കുറച്ച് സമയം കളിക്കും, പിന്നെ കുറച്ച് സമയം ഒക്കെ വാരി വലിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുവരും. പിന്നെ ഇതൊക്കെ തിരിച്ച് അവിടെ വെക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വൈകുന്നേരം വരുമ്പോഴത്തേക്കൊക്കെ വൃത്തിയാക്കി വെച്ചാൽ ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് കളിക്കും. പിന്നെ പയ്യതുപോലെയൊക്കെ എടുത്ത് പിന്നെയും ഇങ്ങോട്ട് വരും കേട്ടോ.
അതിനുശേഷം ഇതാ റൂമിലേക്ക് പോയി അനബീൻ്റെ ഷീറ്റൊക്കെ മാറ്റി അവിടെ വേറെ ടർക്കിയൊക്കെ വിരിച്ച് വെച്ചു. അപ്പോൾ ആളെ കുറച്ച് സമയം ഇവിടെ ബെഡുമ്മൽ കിടത്തുമ്പോൾ ആ ടർക്കിയിലാണ് കിടത്താറ്. അപ്പോൾ അടിയിലൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ടർക്കി വിരിച്ചിട്ട് അങ്ങനെയാണ് കിടത്താറ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ ഞാൻ അനബിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അനബി മോളെ കുളിപ്പിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ തന്നെ വിരലൊക്കെ പിടിച്ചിട്ട് എന്താ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ആളെ നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ, കുളിക്കാനൊക്കെ വെച്ചിരും. അപ്പോൾ കുളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഡ്രസ്സ് മാറ്റലാണ് ഒരു ടാസ്ക്. അപ്പോൾ ഡ്രസ്സ് മാറ്റുമ്പോൾ ബട്ടൺസ് ഇടാൻ തീരെ സമ്മതിക്കില്ല. അപ്പോൾ ബട്ടൺസ് ഇടുമ്പോൾ ഒന്നുകില്ലേ കരയും, ഇതേപോലെ കൈയിട്ടിളക്കി കളിക്കും. അപ്പോൾ ബട്ടൺസ് തന്നെ മര്യാദയ്ക്ക് ഇടാനേ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ എന്താ ബട്ടൺസ് ഇടാൻ സമ്മതിക്കില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബട്ടൺസൊക്കെ ഇട്ടു, ആൾ പൗഡറൊക്കെ ഇട്ടു, നല്ലതുപോലെ മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറൊരു ടാസ്ക് എന്ന് വെച്ചാൽ കറണ്ടില്ല. അപ്പോൾ ഇനി ആളിപ്പോൾ ഉറങ്ങുമോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഏകദേശം 11 മണിയായി. അപ്പോൾ ലൈൻ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കറണ്ട് കുറച്ച് കഴിയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. കാറ്റൊന്നും ഇല്ല വലുതായിട്ടൊന്നും. എന്നാലും ആൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചതിന് ഫീൽ ചെയ്താൽ ആളങ്ങുറങ്ങും. പക്ഷെ ആളിപ്പം കളിക്കുന്ന മൂഡിലാണ്. ഇത്തിരി കൂടി കഴിഞ്ഞാൽ ഉറങ്ങും. അപ്പോൾ അതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ.